എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് നടന്നത്. അമ്മ ഈശോ കാൽവരിയിൽ കുരിശ് ചുമന്ന് പോയപ്പോൾ സഹിച്ച ആ വേദന അമ്മ മാതാവ് സഹിച്ചതുപോലെയുള്ള വേദനയായിരുന്നു ഞാൻ അന്ന് സഹിക്കില്ല. എൻ്റെ പേര് റിറ്റി. ഞാൻ പാലക്കാട് ഷൊർണൂരിൽ നിന്ന് വരുന്നു. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. 26-ാം തീയതി എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് അമ്മ മാതാവിന് മാത്രമേ അറിയുള്ളൂ. എൻ്റെ മോൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ് 26-ാം തീയതി വൈകുന്നേരം. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ 27-ാം തീയതി ഒറ്റപ്പാലം സുധർമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു കണ്ണിൻ്റെ റെറ്റിന ഡിറ്റാച്ച് ആവുകയാണ്, ഞങ്ങൾക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മോന് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അരവിന്ദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 29-ാം തീയതി കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കണ്ണിൻ്റെ സർജറി നടത്തുന്നതിന് അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ, അതായത് റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടാണ്, അതുകൊണ്ട് അനസ്തേഷ്യ കൊടുക്കാണ്ട് സർജറി നടത്താൻ പറ്റില്ല, ചെയ്താൽ കുഞ്ഞ് ഡെത്താവും, ലെൻസ് ഡാമേജ് ആയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവനെ ട്രീറ്റ് ചെയ്യുന്നത് അമൃത ഹോസ്പിറ്റലാണ്. നേരെ ഞങ്ങൾ 30-ാം തീയതി അമൃത ഹോസ്പിറ്റലിൽ വരികയും 4:30 എല്ലാ റിപ്പോർട്ടുകളും കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു ഹൈ റിസ്കിലാണ് കുഞ്ഞിൻ്റെ അവസ്ഥ, അതായത് ഹാർട്ടിൻ്റെയും ലെൻസിൻ്റെയും പ്രഷർ ഹൈ ആയിട്ട് നിൽക്കുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ ഇനി പറ്റില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആകെ ഞാൻ തകർന്നു. ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ തകർന്നിരുന്നപ്പോൾ അവിടെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് പിന്നെ ഹാർട്ടിൻ്റെ നോക്കുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു, എഡ്വിൻ ഫ്രാൻസിസ്. ഡോക്ടർക്ക് ഞാൻ എൻ്റെ റിപ്പോർട്ടുകൾ മുഴുവൻ അയച്ചു കൊടുത്തു എൻ്റെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോനെ ഒന്നും ചെയ്യണ്ട, സർജറി നടത്താൻ നിങ്ങൾ പ്ലാൻ ചെയ്യും വേണ്ട, വേഗം വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ പോകുന്നില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. നേരെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തളർന്നിരുന്ന സമയത്ത് എൻ്റെ മൂത്ത മോൻ പറഞ്ഞു നമുക്ക് അമ്മയും മാതാവിൻ്റെ അടുത്ത് പോവാം, അമ്മ നമ്മുടെ കുഞ്ഞിനെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 4:30, 4:45 അവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ 7:10 ഞങ്ങളിവിടെ വരുമ്പോൾ. അപ്പോൾ ഇവിടെ വന്ന് കരഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് കരഞ്ഞ് പ്രാർത്ഥിച്ചത് മുട്ടുകുത്തിയിട്ട്, അമ്മേ മാതാവേ നാളെ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിന് അമ്മേനെ കണ്ടിട്ട് ഈ സന്നിധി വിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ സിസ്റ്റർ അവിടുന്ന് ഉടമ്പടി കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത്. ഞങ്ങൾ അവിടെ നിന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു മോളെ ഇന്ന് പോകണ്ട, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് നാളെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യവും സിസ്റ്റർ ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങളിവിടെ രാവിലെ വന്ന് 5:45 ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കാനിരുന്നു. അപ്പോൾ മോനോട് ചോദിച്ചു അമ്മേ മാതാവ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ കൈകൊണ്ട് കാണിച്ചു അമ്മേ മാതാവ് എവിടെയാണെന്ന് കാണിച്ചു. അപ്പോഴേക്കും വലുതായിട്ടുള്ളതെല്ലാം മോൻ കാണാൻ തുടങ്ങി. വൈകുന്നേരം വീടെത്തിയപ്പോൾ അവൻ ശാലോം വെച്ചു. ഭയങ്കരമായിട്ട് അത്ഭുതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങി. ബുധനാഴ്ച, അതായത് 3-ാം തീയതി, ഈ വർഷം ജനുവരി 3-ാം തീയതി പൂർണ്ണമായിട്ടും അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി. ഞാൻ അവനെ എടുത്തുകൊണ്ടാണ് ഇവിടെ മൊത്തം നടന്നുകൊണ്ടിരുന്ന അവിടുത്തെ ബ്രദേഴ്സിനും സിസ്റ്ററിനും ഒക്കെ അറിയാം, എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് നടന്നത്. അമ്മ ഈശോ കാൽവരിയിൽ കുരിശ് ചുമന്ന് പോയപ്പോൾ സഹിച്ച ആ വേദന അമ്മ മാതാവ് സഹിച്ചതുപോലെയുള്ള വേദനയായിരുന്നു ഞാൻ അന്ന് സഹിച്ചത്. 3-ാം തീയതി എൻ്റെ കുഞ്ഞിൻ്റെ പൂർണ്ണമായും ചെറിയ അക്ഷരങ്ങളും എല്ലാം കണ്ടു. അപ്പം അവൻ പഴയതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പൂർണ്ണമായും എൻ്റെ കുഞ്ഞിൻ്റെ കാഴ്ച അമ്മ മാതാവ് തിരിച്ചു തന്നു. അമ്മ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് അറിയില്ല. ഏശയ്യ 45:2 വചനമാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ളത്. ഈശോയുടെ തിരുഹൃദയ ജപമാലയും ഞാൻ ചെല്ലും. എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അവന് ജന്മന ഉള്ളതാണ്, അതുകൊണ്ടാണ് സർജറി ചെയ്യാൻ പറ്റില്ല എന്നവർ പറഞ്ഞത്. സർജറി ചെയ്താൽ കുഞ്ഞ് പോവും. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായും അമ്മ മാതാവ് കാഴ്ച തന്നു, അനുഗ്രഹിച്ചത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അമ്മേ മാതാവേ നന്ദി.